ഷൈനി മാഡം വരുന്നുണ്ട്. ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ? എന്നാ പിന്നെ എല്ലാരെയും ഞാൻ കോ ഹോസ്റ്റ് ആക്കാം. ബാക്കിയൊക്കെ തമ്പുരാൻ തീരുമാനിക്കട്ടല്ലേ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അഡ്മിൻസ് ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് നിങ്ങളെ എല്ലാവരെയും ഇന്ന് ഇങ്ങനെ ക്ഷണിക്കാനായിട്ട് സാധിച്ചത്. ഇനിയും ചില പ്രിയപ്പെട്ടവരോട് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ടുണ്ട്. അത് അവര് ജോയിൻ ചെയ്യുന്നവരുണ്ട്, ഇന്ന് ജോയിൻ ചെയ്യാത്തവരുണ്ട്. ഞാൻ ചില പേരുകളൊന്ന് വായിക്കാം. ജാസ്മി ജോമോൻ, ജെപ്സി സാമോൻ, ജിൻസി ജിമ്മി, ലിഡിയ റോബിൻ, മേരിയസ് ജോർജ്, മിനി സാബു, സുനിജ ഗോൾഡ്, സുജ ജിജു, ഷൈനി അഭിലാഷ്, സുജോ ഷാമോൻ, ലവ്ലി ജോർജ്. ഈ പേര് കൂടാതെ ലൈല സാമു, ആനി ബെന്നി, ഈ പേരുകളും ഉണ്ട്. ഇത് കൂടാതെ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ചില പേരുകളും കൂടെ നമ്മളോടൊപ്പം വരും ദിവസങ്ങളിൽ ഉണ്ടാവും. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ വർഷത്തെ നമ്മുടെ വെനസ്ഡേ പ്രയർ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മന്ത്ലി മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ ഉത്സാഹത്തോടെയാണ് വെനസ്ഡേ പകല് നടക്കുന്ന പ്രയറിൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. വളരെ ആശ്വാസകരമാണ്, പലർക്കും വളരെ സന്തോഷകരമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് 40-ലധികം ആൾക്കാർ സംബന്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ബുധനാഴ്ച 50 പേരോളം വന്നിട്ടുണ്ട്. ഈ ആൾക്കാരുടെ പെരുപ്പത്തിലല്ല കാര്യം, അതിലല്ല നമ്മൾ റിസൾട്ട് ആണ്, നല്ലതാണ്, വിജയമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന ചില ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇപ്പൊ ആള് കുറവാണേലും കൂടുതലാണേലും ദൈവമാണ് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞിട്ട് 100 പേർക്കൊക്കെ വരാം, അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ആൾക്കാരുടെ പെരുപ്പത്തിലല്ല സംസാരിക്കുന്നത്. മറിച്ച് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ്. അതിന്റെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്, ക്രിസ്ത്യ സോദരി തുടങ്ങിയ സമയം മുതൽ ഞാൻ ഈ പൊതുവായ വിഷയങ്ങൾ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യാം, പിന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യ സമയങ്ങളിൽ എനിക്ക് ഭയങ്കര വിമർശനം ഉണ്ടായി. പലരും ചോദിച്ചു, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിച്ചാൽ കുഴപ്പം? ഈവൻ നമ്മുടെ കോവിഡിന്റെ സമയത്ത് കോവിഡ് കുറയാനായിട്ട്, അപ്പം കോവിഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു 20 മാറ്റർ ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടു. അത് പലർക്കും കാണാപ്പാടമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അത് ഫോർവേഡ് ചെയ്തു പോയി. ഒത്തിരി പേര് ഇത് ക്രിസ്ത്യ സഹോദരി നാന്ന് അറിഞ്ഞിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തവരോട് സംസാരിച്ചവരും ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള മാറ്റേഴ്സ് ഇറക്കിയ സമയത്ത് ചിലർ ചോദിച്ചു, കോവിഡ് കുറയാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അന്നേരം ഞാനിപ്പോ ഈയിടെയായിട്ടൊക്കെ ഇച്ചിരി പിന്നെ ശാന്തമായിട്ടൊക്കെ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഞാൻ ഇച്ചിരി കൂടെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, പിന്നെ കൂടാൻ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ ചോദിച്ചുകൊണ്ട് പിന്നെ അവരധികം ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഈ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, പൊതുവായിട്ടുള്ള കുറെ വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് നിമിത്തം പലരും ഒരു കാര്യം മനസ്സിലാക്കി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ബോധ്യം പലർക്കും ഉണ്ടായി. കാര്യം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിന്റെ കണ്ടീഷൻസിനെ കുറിച്ചും ഒന്നും പലർക്കും ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ തയ്യാറാക്കിയതിലൂടെ പലർക്കും അത്തരത്തിലുള്ള ഒരു അവയർനെസ് ഉണ്ടായി. എന്നോട് പലരും പറഞ്ഞിട്ട്, ഒരു ന്യൂസ് ചാനൽ മാതിരിയുണ്ട്, ഒരു പത്രം വായിക്കുന്ന മാതിരിയുണ്ട് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്നാ ചോദിച്ചാല്, ഇപ്പം പല സ്ഥലങ്ങളിൽ നടക്കുന്ന പല വിഷയങ്ങൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? വളരെ കൃത്യമായിട്ട് നമുക്ക് അത് അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പൊ മണിപ്പൂരിന് വേണ്ടി നമ്മൾ നടത്തിയ പ്രാർത്ഥനാ മീറ്റിംഗിൽ പങ്കെടുത്തവരാണ് ഇതിൽ ഭൂരിഭാഗം. എന്താണ് മണിപ്പൂരിന്റെ സിറ്റുവേഷൻസ് എന്താണ്, അവിടെ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് അതക്കമിട്ട് കൃത്യമായിട്ട് നമുക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് കുറെ അധികം അവയർനെസ് നമുക്കുണ്ടായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുജ എന്നോട് പറഞ്ഞു, ചേച്ചി ആന്റി എന്നെ എന്നും കുറച്ച് ലോകചരിത്രം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ വേണേ പോയി വായിച്ച് പഠിക്കാൻ പറഞ്ഞു, എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ നേരമില്ല. കാരണം ഞാൻ ഇതെല്ലാം കണ്ടെത്തിയത് വായനയിലൂടെയും ഒക്കെയാണ് ഞാൻ കണ്ടെത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സഹോദരിമാർ ഇപ്പൊ പലരും ഞങ്ങളോട് പറഞ്ഞു, എന്നോട് മാത്രമല്ല ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കണമായിരുന്നു, ഇങ്ങനെ അറിയില്ലായിരുന്നു. കാരണം ഈ മണിപ്പൂർ ഇഷ്യൂ നടക്കുന്ന സമയത്ത് പോലും ഞാൻ പല പ്രാർത്ഥനാ മീറ്റിങ്ങുകളും കൂട്ടായ്മകളിലും പോവുകയും പങ്കെടുക്കുകയും ചെയ്തു. ഒരിക്കൽ പോലും മണിപ്പൂരിന്റെയോ വയനാടിന്റെയോ വിഷയങ്ങൾ പ്രാർത്ഥിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്രയും പേഴ്സിക്യൂഷൻസ് നമുക്കിടയിൽ നടക്കുന്നു, ഈ വിഷയങ്ങൾ പ്രാർത്ഥിക്കാത്ത ധാരാളം സഭകളുണ്ട്, സംഘടനകളുണ്ട്. അതേസമയം ഈ പിന്നെ പറയാം, ചില രോഗികളെയോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അവരുടേതായ എന്താണ് പ്രാദേശിക ഏരിയയിൽ മാത്രമുള്ള, ഈവൻ നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ പോലും വഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനെ പോലും വഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അത്ര അറിവില്ലായ്മയിലേക്ക് നമ്മുടെ ആത്മീയ മണ്ഡലം മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അഭിമാനമായിട്ടോ അഹങ്കാരമായിട്ടോ പറയുകയാണെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. ഇത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, ആ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്
കുറേയധികം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ എത്തിക്കാനും അത് ആൾക്കാർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനും അതിനെക്കുറിച്ച് ആൾക്കാർ വീണ്ടും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. പ്രത്യേകിച്ച് ഈ വർഷത്തെ ചെയിൻ പ്രയർ ലിസ്റ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാനത് പ്രധാനമായിട്ടും ആ വിഷയം കൊണ്ടുവന്നതിന്റെ ഒരു കാരണം 1040 വിൻഡോയിലുള്ള 68 രാജ്യങ്ങൾ പൗലോസും മറ്റും മിഷണറി യാത്ര നടത്തി സുവിശേഷീകരിച്ച സ്ഥലങ്ങളാണ്. ഇതൊന്നും ഇന്ന് ക്രിസ്ത്യൻ കൺട്രീസ് അല്ല. ഇതെല്ലാം മുസ്ലിം അധീനതയിലായി ഒരു ടെററിസ്റ്റിന്റെ വല്ലാത്തൊരു ആക്രമണം ലോകം മൊത്തം വ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും അത് കൂടുതലുണ്ട്. ഇന്ത്യയിൽ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഞാൻ ഈ ചൊവ്വാഴ്ച തോറും നടക്കുന്ന ഈ ചെയിൻ പ്രയർ ഈ മാറ്റേഴ്സ് കൊണ്ടുവന്നപ്പം പല ആന്റിമാരും എന്നോട് ചോദിച്ചു, ലൗലി അപ്പൊ ക്രിസ്ത്യൻസിന്റെ സംഖ്യ എത്രയാ? അതില്ലല്ലോ. കാരണം ക്രിസ്ത്യൻ കൺട്രീസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും ഇന്ന് ക്രിസ്ത്യാനികളുടെ പ്രാതിനിധ്യം വളരെ കുറഞ്ഞു വരിക. കാരണം അതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റ് അറ്റാക്കും ആ ഒരു സ്വാധീനവുമാണ്. അപ്പൊ ഇത്രയൊക്കെ അവബോധങ്ങൾ പലർക്കും ഉണ്ടായി എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിരുന്നതിന്റെ കാര്യം, ബുധനാഴ്ച നടക്കുന്ന പ്രാർത്ഥനകളില് ഞാൻ ഈ പേര് പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ വളരെ നല്ല രീതിയിൽ ഇവിടെ ലീഡ് ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പൊ ലൈലാൻഡി, ആനി ബെന്യാൻഡി എന്ന് രാത്രി വിളിക്കാനും മറ്റൊന്നും കൊണ്ടല്ല, അവർ പ്രായമുള്ളവരാണല്ലോ, നമ്മളെക്കാൾ ഒത്തിരി ഏജിൽ. അപ്പൊ നമ്മളായിട്ടൊരു നിർദ്ദേശം കൊടുത്ത് അവരോട് അതിന്റെ ആവശ്യമില്ല, നമ്മൾ അവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊച്ചു പിള്ളേരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെ അങ്ങ് ഇന്ന് പിന്നെ അവരെ മാറ്റിയതല്ല, അവർക്ക് ലീഡിങ് ഉണ്ട്, അവരോട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. തന്നെയല്ല നമ്മുടേതായ അഡ്വൈസിന്റെ ആവശ്യം ഞങ്ങൾ അങ്ങനെ കരുതിയിട്ടില്ല. പിന്നെ തീരെ കുഞ്ഞാണെന്നാ ഞങ്ങൾ കരുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അവരെ ഇന്ന് വിളിക്കാൻ, നമ്മളായിട്ടൊരു ഗൈഡൻസ് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ വന്നതുകൊണ്ട്. പക്ഷെ ലൈലാൻഡിയും ആനി ബെന്യാൻഡിയും വളരെ കൃത്യമായിട്ട് കഴിഞ്ഞൊരു വർഷം, ഈ ഒരു വർഷം പിന്നെ ലീഡിങ് നന്നായിട്ട് നടത്തിയവര്. അപ്പോഴ് ഈ അടുത്ത വർഷം നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് വേണം. നിങ്ങളുടെ ആരുടെ അനുവാദം ഇല്ലാതാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചേക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇത്രയും പേര് ചെയ്ത ശുശ്രൂഷകൾക്ക്, സുജോ സാമോൻ ഇവിടെ ഇരിക്കുന്നത് ഹിന്ദി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അവൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അവൾക്ക് പ്രയോജനപ്പെടും എന്നോട് വിചാരിച്ചാണ്. തന്നെയല്ല ബുധനാഴ്ചത്തെ നമ്മുടെ പ്രയറിൽ അവളിപ്പോൾ തുടർച്ചയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇത്രയും ഒരു ടീം വേണം 2024 ലീഡിങ് ശുശ്രൂഷ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടോ? നിങ്ങളിത് പേടിച്ചിരിക്കുന്നേ 2025 നിങ്ങളൊന്ന് ഹാപ്പി ആയിട്ടിരുന്നേ. നമ്മളൊരു ശുശ്രൂഷയുടെ അടുത്ത പടി നമ്മൾ കയറുക. നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്തോ ഭയങ്കര ഭീകരമായ സംഭവം നടക്കാൻ പോകുന്നു ഒന്നുമില്ല. ഞാനിത്ര 8:45 നിർത്തണമെന്നൊക്കെ ഇവിടെ ആജ്ഞാപനം വന്നത്, വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കൊണ്ട് ഞാനിത്ര ഞങ്ങളോട് നേരത്തെ പറയണമായിരുന്നു എന്താ കാര്യങ്ങൾ. അല്ല, കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയാം. ഇല്ലേ? ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അഡ്മിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങള് ഇവിടുത്തെ അഡ്മിൻസ് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്, നിങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. പോരെ? നിങ്ങളെ 100% ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത ഡിസിഷൻ ആയത് ഇത്രയും പേരെ വിളിക്കണം എന്നുള്ളത്. അപ്പോഴ് ഈ ഒരു 2025 പ്രയർ നമ്മുടെ ഈ ഒരു ടീം വേണം ലീഡിങ് ശുശ്രൂഷ കൃത്യമായിട്ട് ചെയ്യാൻ. അപ്പൊ ചോദിക്കും നമ്മൾ മാത്രം ലീഡ് ചെയ്താൽ മതി. ഇപ്പൊ 11 പേരുടെ പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ 11 പേര് മതിയോ എന്ന് ചോദിക്കും. അല്ല, ഞാൻ പറഞ്ഞോളൂ, ലൈലാൻഡി ഉണ്ട്, ആനി ബെന്നി ആന്റി ഉണ്ട്, കൂടാതെ ഇതിൽ കൂടാതെ മറ്റു പലരും ലീഡിങ് ശുശ്രൂഷയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ അഡീഷണൽ ആയിട്ട് പറയാം, നമ്മളിങ്ങനെ കൂടിയെന്നോ ഒരു ചർച്ച നടത്തിയെന്നോ നമ്മൾ ഇത്രയും പേരും അല്ലാതെ വേറൊന്നും ഇത് ഫ്ലാഷ് ആവണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോഴ് ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് അതിനകത്ത് വിയോജിപ്പുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. അതായത് ഇപ്പൊ ഇത്രയും പേര് തുടർച്ചയായിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് ഒരു കാരണം ഞാൻ നിങ്ങളോട് പറയാം. അത് ഇവിടെ ഇപ്പൊ ആരും വഴക്ക് പറയാനില്ല, ആരും ആരെയും താക്കീത് ചെയ്യാനോ ഭരിക്കാനോ ഒന്നുമില്ല, പേടിപ്പിക്കാനില്ല. അതുകൊണ്ട് സന്തോഷമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ആൾക്കാർക്ക് ഇവിടെ വന്ന് പെരിക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പല കംപ്ലൈന്റ് ഞങ്ങൾക്ക് ആ രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മെസ്സേജ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതെനിക്ക് ഭാരമായി പോയി, അതുകൊണ്ട് ഞാൻ ഇനി പ്രയറിന് കയറുന്നില്ല. അങ്ങനെ ഈ പ്രയറിന് കയറാതെ മാറി നിൽക്കുന്നവരുണ്ട്. അവരോട് കുഴപ്പമില്ല, സാരമില്ല എന്ന് പറയാനല്ലാതെ വേറൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമുണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ. മനസ്സിലായോ? അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാര് നമ്മുടെ പ്രയറിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ പറയുക.
അതല്ലാതെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ മറ്റാരോടും അത് പോയി പറയുകയോ ചെയ്യരുത് എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു 13 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഞാനൊന്ന് പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്തെടുക്കാം. ഒന്നാമത്തെ കാര്യം, പിന്നെ പ്രാർത്ഥന. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഈ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പം ഈ ഒരാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ അടുത്ത ആഴ്ചത്തെ പ്രാർത്ഥന വരെയുള്ള ആ ഒരാഴ്ച വളരെ ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അത് ഇനി ഈ ഒരു ടീം ചേർന്നാണ് ഇനി ബുധനാഴ്ചത്തെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം വചന സന്ദേശത്തിന്റെ ബുധനാഴ്ചത്തെ സങ്കീർത്തന പ്രബോധനത്തിന്റെ കാര്യത്തിൽ ഭാരപ്പെട്ട അത് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മൾ ചെയ്തു വരുന്നത് പോലെ പാട്ടും പിന്നെ അതുപോലെ മറ്റ് പ്രായർ സംബന്ധമായ ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്യുന്ന ലീഡ് ചെയ്യുന്നത്. അപ്പൊ ലീഡ് ചെയ്യുന്ന വ്യക്തികൾ ഈ ആഴ്ച മുതൽ അടുത്ത ആഴ്ച വരെ പ്രാർത്ഥിച്ച് ഈ വിഷയത്തിന് വേണ്ടി നന്നായിട്ട് നമ്മൾ ഒരുങ്ങണം. ഓക്കെ, അതായത് കർത്താവെ, കാരണം ഇതിങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് ഇങ്ങനെ നിർദ്ദേശത്തിലേക്ക് വരാനുള്ളൊരു കാരണം, നമ്മുടെ ബുധനാഴ്ചത്തെ പ്രാർത്ഥനയില് മെസ്സേജിന് 15 മിനിറ്റ് ഇതുവരെ ഉള്ളൂ. ആ മെസ്സേജ് പറയുന്ന വ്യക്തിയേക്കാൾ ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് ലീഡ് ചെയ്യുന്ന വ്യക്തിക്കാണ്. കാരണം 10:30 തൊട്ട് 12 മണി വരെ ഇവിടെ പിന്നെ നിറഞ്ഞു നിൽക്കുന്നത് ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പം ഇരിക്കുന്ന ജനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനം സംഭവിക്കണമെങ്കിൽ അത് ലീഡ് ചെയ്യുന്ന വ്യക്തികളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ ലീഡ് ചെയ്യുന്ന വ്യക്തി ഏതൊക്കെ നിലകളിൽ സംസാരിക്കുന്നു അതിനെ ആശ്രയിച്ചാണ് ആ ഇരിക്കുന്ന വ്യക്തികൾക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആത്യന്തികമായി ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതും ദൈവമാണ് നമ്മളെ കേൾക്കുന്നതെങ്കിൽ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല്, സാധാരണ ഞാൻ ലീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇന്ന് 41 പേര് പങ്കെടുത്തിട്ടുണ്ട്, ഈ 41 പേരെയും നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അതിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഞാൻ മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മാനസിക സമ്മർദ്ദത്താൽ വീർപ്പ് മുട്ടുന്നവർ, മറ്റൊരു വ്യക്തിയോട് തുറന്നു പറയാൻ കഴിയാത്ത അത്ര പ്രയാസത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോഴേക്ക് ഈ പ്രശ്നങ്ങളുമായിട്ടിരിക്കുന്ന ആൾക്കാര് ഓൾറെഡി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവരുടെ മനസ്സങ്ങ് പകരെ. പക്ഷെ അപ്പൊ അവരുടെ പ്രശ്നം ഏതാ നമുക്കറിയത്തില്ല, അവരുടെ പ്രശ്നം അവർക്കേ അറിയത്തുള്ളൂ. നമുക്കറിയാലോ, ഏതൊരു വ്യക്തിക്കും അവരവരുടെ പ്രശ്നം വലുതാ, അല്ലെ? നമ്മുടെ ലൈഫിലുള്ള പ്രശ്നത്തെക്കാൾ മറ്റൊരു വ്യക്തിക്ക് അതിനേക്കാൾ വലിയ പ്രശ്നം ഉള്ളപ്പോഴും നമുക്കെപ്പോഴും നമ്മുടെ പ്രശ്നം തന്നെയാണ് വലുത്. അതൊരു സ്വാർത്ഥതയല്ല, അത് മനുഷ്യ സഹജമാണ്. അപ്പം നമ്മൾ ഇത്തരം വാക്കുകൾ ഉരുവിടുമ്പോൾ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന വ്യക്തികൾക്ക് അതൊരു ആശ്വാസമായിട്ട് മാറുന്നു. അവർ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാനാ ലീഡ് ചെയ്ത്. അന്ന് ഇതുപോലെ എനിക്കൊരു മെസ്സേജ്, ഒരു 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ധൈര്യമില്ലാത്തവരായിട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വിഷമിക്കുന്നു, ദൈവത്തിന്റെ സന്നിധി നമ്മളൊരു നിസ്സഹകരണ മനോഭാവം കാണിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിസ്സഹകരണ മനോഭാവം എന്നുള്ള വാക്ക് ഏറ്റുപിടിച്ച് ആ വ്യക്തി അത് ഒത്തിരി ആശ്വസിപ്പിച്ചു. ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകുക. നമ്മുടെ വായിൽ നിന്ന് നമ്മളാണ് ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ് ആ മീറ്റിങ്ങിന്റെ ഒരു വിജയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവമാണ് വിജയം, അത് മറന്നിട്ടല്ല പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സ്റ്റൈൽസ്, അതിനെല്ലാം വളരെ പ്രാധാന്യം ഇവിടെ ഉണ്ട്. നമ്മളെ ജനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ലീഡ് ചെയ്യുന്ന വ്യക്തികളെയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ച് നമ്മൾ തയ്യാറാക്കണം, റെഡി ആവണം. രണ്ടാമത്തെ കാര്യം, പുതിയ പുതിയ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ തയ്യാറാക്കണം. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഒരു 6 ആഴ്ച സെയിം വിഷയങ്ങൾ ഫോളോ ചെയ്യുകയുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞുള്ള ആഴ്ച മീറ്റിംഗ് ലീഡ് ചെയ്യേണ്ടത് ജിജു ആന്റി ആയിരുന്നു. ഞാൻ സുജാന്റിക്ക് ഒരു മെസ്സേജ് ഇട്ടു, ആന്റി ഈ 6 ആഴ്ചയായിട്ട് സെയിം മാറ്റേഴ്സ് ആണ് വരുന്നത്, എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണം, അതുകൊണ്ട് പുതിയ മാറ്റേഴ്സ് കഴിവതും കൊണ്ടുവരണം. നിങ്ങൾക്കറിയാമോ, ആ ബുധനാഴ്ച സുജാന്റി കൊണ്ടുവന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രിയ സുജാന്റി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഒത്തിരി പേർക്ക് അത് ഗുണം ചെയ്തു. ഒരുപാട് പേര് കുറെ അധികം കാര്യങ്ങൾ മനസ്സിലാക്കി. പേഴ്സണൽ നല്ല പ്രാർത്ഥനാ ജീവിതം ഉള്ളവര് അത് പിന്നീട് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതായിട്ടും ഞാൻ അറിയുകയുണ്ടായി. അപ്പോഴ് നമ്മൾ അതുകൊണ്ട് പുതിയ പുതിയ പ്രാർത്ഥനാ വിഷയം, ഒരു റിപ്പീറ്റേഷൻ വരുമ്പോൾ അത് അരോചകത്വത്തിന് കാരണമാകും. അതുകൊണ്ട് പുതിയ പുതിയ മാറ്റേഴ്സ് റെഡിയാക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാൽ പോലും ഞാൻ പറയുകയാണ്, കഴിവതും എല്ലാ ബുധനാഴ്ചയും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നമുക്ക് കല്യാണങ്ങൾ വരും, മരണങ്ങൾ വരും, അതിലൊന്നും പോകരുതെന്നല്ല. കുഞ്ഞുങ്ങളുടെ ആവശ്യം വരും, ഹസ്ബൻഡിന്റെ ആവശ്യം വരും, അല്ല മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ വരും. ഇതിനൊന്നും പോകരുതെന്നോ ചെയ്യരുതെന്നോ അല്ല പറയുന്നത്.
കഴിവിന്റെ പരമാവധി എല്ലാ ബുധനാഴ്ചയും പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. കാരണം 4-ാമത്തെ പോയിന്റ്, പ്രാർത്ഥനയ്ക്ക് സ്ഥിരമായി സംബന്ധിക്കുന്നവരെയും പുതിയതായി പങ്കെടുക്കുന്നവരെയും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒന്ന്, ഈ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതാണെന്ന് നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പ്രാർത്ഥനയ്ക്ക് പുതിയതായിട്ട് പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ ലീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നു പുതിയതായിട്ട് പങ്കെടുക്കുന്നവരുണ്ട്, അവരെ വെൽക്കം ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഫുൾ അലേർട്ടായിട്ടിരിക്കുക, നമ്മളത് ശ്രദ്ധിക്കണം. പുതിയതായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം, ഞങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം അവരാരാണെന്നും എവിടെയാണെന്നും എന്താണെന്നും. പലരും എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു എനിക്ക് കോട്ടയംകാരെ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനല്ല, ക്രിസ്തീയ സഹോദരിയില് ഓൾ അവർ എല്ലാ ഏരിയയിൽ ഇപ്പൊ നമുക്ക് ആൾക്കാരുണ്ട്. കഴിവതും നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ചിരിയുണ്ട്, അപ്പോഴേ മനസ്സിലായില്ലേ ആരാണെന്ന്. നമുക്ക് എല്ലാ ഏരിയയിൽ നിന്നും ആൾക്കാരെ നമ്മൾ പരിചയപ്പെടണം, അവരെ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സ്ഥിരമായി സംബന്ധിക്കുന്നവരെയും സ്ഥിരമായി സംബന്ധിക്കുന്നവർ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ പുതിയതായി പങ്കെടുക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് എന്നിട്ട് അവരെ വെൽക്കം ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് അറിയത്തില്ല പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ അറിയത്തില്ല, എന്നാൽ പോലും പുതിയതായിട്ട് ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എന്നൊരു വാക്ക് പറഞ്ഞാൽ അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ പുതിയതായിട്ട് പങ്കെടുക്കുന്നവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാമോ? കാരണം നമ്മുടെ സഹോദരിമാരൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങളുടെ മധ്യത്തിലൂടെ പോകുന്നത്, ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെ പോകുന്നത്. അപ്പൊ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു ചിരി, നമ്മുടെ ഒരു നോട്ടം അവർക്ക് ഒത്തിരി ആശ്വാസമാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഇനി 5-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം, ഇല്ലേ? അതെങ്ങനെ സാധിക്കും? അതൊരു വലിയ വിഷയമാണ്. ഇപ്പൊ എനിക്ക് മിക്കവാറും പേരെ, എനിക്കോ മേരിയാൻറ്റിക്കോ ജിൻസിക്കോ ലിഡിയയ്ക്കോ ഒക്കെ മിക്കവാറും പേരെയും അവരുടെ പ്രോബ്ലംസ് എന്താണെന്നും അവരെവിടെയുള്ളവരാണെന്നും ഒക്കെ ഞങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. കഴിവതും അവരുടെ പ്രശ്നങ്ങൾ, ഇപ്പൊ ലതാ സുരേഷ് ആന്റി ഒരു ഉദാഹരണം, അവരുടെ ഒരു മോള് ജന്മന ബെഡിൽ തന്നെയാണ്, ആ കൊച്ചിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പം സരസ്വതിയുടെ പിന്നെ അല്ല ഐശ്വര്യളെ കൊച്ച, ഐശ്വര്യം ലക്ഷ്മി എന്നാണ് ആ കിടക്കുന്ന കൊച്ചിന്റെ പേര്. ഇവർ രണ്ടുപേരും സെയിം ഏജ് ആണ്. ഐശ്വര്യ ഞങ്ങളുടെ ഡിഗ്രിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും പ്രായമുണ്ട് ആ മോൾക്കും. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കും നല്ലതാ. അതായത് യോഹന്നാന് സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. കണ്ടോ, കർത്താവ് അറിഞ്ഞു അവൻ കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി കിടക്കാൻ തുടങ്ങിയെന്നും കുളക്കരെ വന്നിട്ടും കുറെ വർഷമായെന്നുള്ളത്. കർത്താവിനേക്കാൾ പ്രായം കൂടിയ മനുഷ്യനാണ്. ആ മനുഷ്യനെ കർത്താവ് അറിഞ്ഞു. അപ്പോ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി വരുന്ന വ്യക്തികളെ, നമ്മുടെ ഈ പ്രെയർ ലൈനിൽ പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തികളെ, അവരെ അറിയാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിൽ, കഴിഞ്ഞ ദിവസം ഞാൻ അലർജി സംബന്ധമായിട്ട് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് പടപടാ മെസ്സേജ് വന്നു. കാരണം ഞാൻ അറിഞ്ഞില്ല അവരാരും അലർജി സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഭാരപ്പെടുകയാണെന്ന്. കാരണം എനിക്ക് വന്ന മെസ്സേജ്, എൻ്റെ കുഞ്ഞെ നീ എനിക്ക് വേണ്ടിയാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ മെസ്സേജ് എനിക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞെന്നു ചോദിച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് അത് പലർക്കും നന്മയായിട്ടും അനുഗ്രഹമായിട്ടും ഒക്കെ മാറുന്നത്. അപ്പോൾ നമ്മൾ അത് നമ്മുടെ വാക്കുകളിലും ഒക്കെ അത് ഉൾപ്പെടുത്തി മിക്കവാറും പേരെ, ഇപ്പം ദൈവമക്കളാണെങ്കിൽ പോലും പലപ്പോഴും നിരാശയോടും ഭാരത്തോടും പ്രയാസത്തോടും ഒക്കെ വന്നിരിക്കുന്നവരാ. അപ്പൊ അവരോടുള്ള ബന്ധത്തിൽ ദൈവം അവർക്ക് അനുകൂലമാണെന്നും ദൈവം കൂടെ ഉണ്ടെന്നും അല്ലെങ്കിൽ ദൈവം നമ്മളെ അറിയുന്നുണ്ടെന്നും ഒക്കെയുള്ള രീതിയിൽ കുറെ കൂടെ വാക്കുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ദൈവം നമ്മുടെ പ്രയാസം കാണും, ദൈവം നമ്മുടെ സങ്കടം കാണും. നമ്മൾ പ്രസംഗം നടത്തണം എന്നല്ല പറയാം, നമ്മൾ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ചില പിന്നെ സ്റ്റേറ്റ്മെന്റ്, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പറയുകയാണെങ്കിൽ അത് അവർക്ക് ഒത്തിരി ആശ്വാസമാകും. നമുക്ക് പ്രാർത്ഥന വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്കറിയാം മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞു. ഓക്കെ, അപ്പം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ വ്യക്തമായി മനസ്സിലാക്കുക, അവരുടെ ആശ്വാസത്തിനായിട്ട് നമ്മൾ സംസാരിക്കുക, അവർക്കൊരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം അവരിലേക്ക് കൊടുക്കുക. അതുപോലെ ഒരു മനസ്സലിവ് നമ്മൾ അവരോട് കാണിക്കണം. ഇപ്പൊ ആരെങ്കിലും ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ, അതെന്ത് തെറ്റുകൊണ്ടാ സംഭവിച്ചത്, ഇന്ന പാപം കൊണ്ടല്ലേ സംഭവിച്ചത്, ഈ ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് അവരോടൊന്ന് മനസ്സലിയാനായിട്ട് ഒരു മനസ്സാണ് നമുക്ക് ആവശ്യം, അല്ലെ? അപ്പൊ കാരണം
ഇപ്പൊ നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് തുറന്നു പറയുമ്പോൾ ഉടനെ അവർക്ക് മാർക്കിടാനും വിലയിരുത്താനും അല്ല നമ്മൾ പോകേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. പിന്നീടാണ് നമുക്ക് അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ മാത്രമേ നമ്മൾ ആ രീതിയിൽ ഇടപെടാവൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്നാ ചോദിച്ചാല് മുഖം നോക്കാതെ അവരോട് ഇടപെടാനും അവരെ മനസ്സിലാക്കാനും അവരോട് മനസ്സലിവ് കാണിക്കാനും അവർക്ക് ആവശ്യമായ നിലയിൽ ചില കാര്യങ്ങൾ പറയാനും ഒക്കെ നമുക്ക് സാധിച്ചാൽ, കർത്താവ് ഇരിക്കുന്ന ജനത്തെ മനസ്സിലാക്കിയിരുന്നു. തന്റെ മുമ്പിൽ വരുന്നവരെല്ലാം കർത്താവ് തിരിച്ചറിഞ്ഞു, ഇല്ലേ? 12 വർഷത്തെ രക്തസ്രാവക്കാരെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. യേശു അവളെ അറിഞ്ഞു. നമുക്കും അറിയണം നമ്മുടെ മുമ്പിൽ വരുന്നവരെ, നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ നമ്മൾ അറിയണം, അവരുടെ വേദന അറിയണം. കർത്താവ് അറിഞ്ഞു അവൾ 12 വർഷം രക്തസ്രാവം ഉള്ളതാ, അവളെ സമൂഹം മൊത്തം കൈവിട്ടതാ, പക്ഷെ കർത്താവ് അവിടെ കൂടെ നിന്നു, ഇല്ലേ? അപ്പൊ ആ ഒരു മനസ്സ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഉണ്ടാവട്ടെ. അതാണ് 6ാമത്തെ പോയിന്റായിട്ട്, സോറി, ആറാമത്തെ പോയിന്റായിട്ട് പറയണം. ഇനി 7ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത്, ഇതെന്താ ശാന്തമ്മരാജു വന്നേ? ഹലോ ശാന്തമ്മ ചേച്ചി, എന്തോ എന്താ പറ്റി ഇപ്പൊ വന്നേ? മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നോ? കണ്ടു, പക്ഷേ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഇപ്പൊ ചാർജ് ആയത്. അല്ല, ഇപ്പൊ മീറ്റിംഗ് ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ഗ്രൂപ്പിൽ കണ്ടു, ഏത് ഗ്രൂപ്പില്? സോദരിയില്. ഏയ്, ഗ്രൂപ്പിൽ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഇല്ലല്ലോ ചേച്ചി. പോയോ ചേച്ചി? ഓക്കെ. അപ്പോഴ് ഇനി 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മള് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നവര് അവരുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ്. അവരെയൊക്കെ ഒന്ന്, അപ്പം ഒരു ആഴ്ചയിൽ ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങളെല്ലാം സോദരിയുടെ ഭാഗമാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ഇനി നമ്മൾ ഒന്നിച്ചാണ് 2025 ഈ ശുശ്രൂഷ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കണം. ഇപ്പൊ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞ ഒരാളോട് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, വിളിച്ച് മണിക്കൂറുകളോളം സംസാരിച്ച് നമ്മുടെ സമയം അവരുടെ സമയം കളയണമെന്ന് ഞാൻ പറയത്തില്ല. മറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് എങ്കിലും ചെയ്ത് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരുടെ പിന്നെ ജീവിത സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കുകയും അവർക്ക് തുറന്നു പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് അവരോട് ഇടയ്ക്കിടയ്ക്കൊക്കെ അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുകയും. അപ്പൊ ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ അവർക്ക് ആരൊക്കെ ഉണ്ടെന്നല്ലൊക്കെ ഉള്ള ഒരു ചിന്ത. ഇപ്പം എത്ര പണക്കാർക്കാന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളുണ്ട്, എത്ര പാവപ്പെട്ടവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എത്ര പണക്കാരാന്ന് പറഞ്ഞാലും എത്ര പാവപ്പെട്ടവരാന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ഫോൺ കോളോ നമ്മുടെ ഒരു മെസ്സേജോ അവർക്കൊരു ആശ്വാസമായിട്ട് മാറും. നിങ്ങൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ലെന്ന് തോന്നുന്നു ഞാൻ പറയും. മിനിയാണ്ടിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറയും, മിനി ചേച്ചിക്ക്? എല്ലാവരും ഭയങ്കര ടെൻഷനിലിരിക്കുക. ഭയങ്കര നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? സുജാന്റിക്ക് പേടിയുണ്ടോ? ഇല്ല, പേടിയില്ല, പറഞ്ഞോ. ഞങ്ങളത് കേട്ടോ, അതേ ഗൗരവത്തിൽ ഞങ്ങൾ ഉൾക്കൊണ്ടോണ്ടിരിക്കുക. അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പേടി വരുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. അല്ല, ലവ്ലി നല്ല സീരിയസ് ആയിട്ട് പറയുന്നത്, ഞങ്ങൾ അതേ സീരിയസ് ആയിട്ട് ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ഓ ശരി, ഞാൻ സീരിയസ് ആയപ്പോ നിങ്ങൾ സീരിയസ് ആയി, കൊള്ളാം. അപ്പോഴ് അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കണം. ഞങ്ങൾ ഇത് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ 7 വർഷമായിട്ട് ഞങ്ങൾ പലരുമായിട്ട് സഹകരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ എത്ര ദൈവസന്നിധിയില് പിന്നെ വചനം അറിയാവുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ചില സന്ദർഭങ്ങളിൽ വാടിത്തളർന്നു പോകുന്ന പലരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവര്, പിന്നെ എനിക്ക് 2-3 സജഷൻസ് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് നല്ലതാണ്, ആത്മീകമായിട്ട് അവരെ ധൈര്യപ്പെടുത്തുന്നത് നല്ലതാണ്. അവരെന്തെങ്കിലും വിഷയം നിങ്ങളോട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ തല്ലിക്കൊന്നാലും നിങ്ങളത് മറ്റാരോടും പറയരുത്, ദൈവത്തോടല്ലാതെ. ദൈവസന്നിധി പറയുമ്പം പോലും അത് മറ്റാരും ശ്രദ്ധിക്കാതെ കേൾക്കാതെ അത് പറയാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ബ്രദറൻ സമൂഹത്തിലെ സഹോദരിമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറ, സഹോദരിമാരായാലും സഹോദരന്മാരായാലും, അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ സഭതലത്തിൽ ആരുമില്ല. ഞാനും ചോദിക്കട്ടെ, നമ്മുടെ ഒരു മൂപ്പന്മാരോട്, നമ്മുടെ സഭയിലെ സീനിയർ സഹോദരിമാരോട്, സീനിയർ അല്ലെങ്കിൽ പോട്ടെ ആരും ആയിക്കോട്ടെ, ശുശ്രൂഷക്കാരോട് എത്ര പേർക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇന്ന് സാധിക്കുന്നുണ്ട്? ബുദ്ധിമുട്ടാ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇത് പറഞ്ഞാൽ ഇന്നിപ്പം വലിയ സ്നേഹത്തിലായിരിക്കും, നാളെ ഒന്ന് എന്തായാലും ഒരു അഭിപ്രായ വ്യത്യാസം പറയട്ടെ, അപ്പൊ ലോകം മൊത്തം അത് കൊണ്ട് നടക്കും. ക്രിസ്ത്യ സഹോദരല്ല സഹോദരിമാർ അങ്ങനൊന്നും അല്ല.
അവർ വളരെ ഗൗരവമുള്ളവരും ദൈവകൃപയുള്ളവരുമാണ്. ഒരു കാരണവശാലും ഇപ്പം നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പേഴ്സണൽ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പം ഞങ്ങളോട് പറയേണ്ട വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പറയാം. ഇപ്പൊ എന്നോട് പറയാം, മേരി ആന്റിയോട് പറയാം, ജിൻസിയോട് പറയാം, ഷൈനിയോട് പറയാം. ഈ 4 പേരോടല്ലാതെ, ഈ 4 പേരോട് ആരോടെങ്കിലും അല്ലാതെ വേറെ ആരോടും നിങ്ങൾ പറയരുത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ഈ 3 പേരോട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ചിലപ്പോൾ പേര് വെളിപ്പെടുത്താതായിരിക്കും കാര്യം പറയുന്നത്. ഇന്ന് വരെ എന്നോട് അതാരാ എന്ന് ചോദിച്ചിട്ടില്ല. അവർക്കറിയാം ലൗലി പറയേണ്ടതാണെങ്കിൽ അത് പറയും, പറയേണ്ടതാണെങ്കിൽ പറയത്തില്ല. അത് അവർക്ക് എന്നെ അറിയാം. അതുപോലെ അവരാണെന്ന് പറഞ്ഞാലും എൻ്റെ അടുത്തൊരു കാര്യം പറയുമ്പോൾ അത് പറയേണ്ടതാണെങ്കിൽ അവർ പറയും, പറയേണ്ടാത്തതാണെങ്കിൽ അവർ പറയേണ്ടാത്ത കാര്യമാണ് അവർ പറയത്തില്ല എന്ന് എനിക്കും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാനും അവരെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അതുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു അഡ്മിൻസ് പാനൽ ഇവിടെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും രഹസ്യമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ കീപ്പ് ചെയ്യുക. അല്ല പറയണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ 4 പേരോടല്ലാതെ ആരോടും നിങ്ങളത് ഷെയർ ചെയ്യരുത് എന്നൊരു കാര്യം ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. രഹസ്യങ്ങൾ പരസ്യമാക്കരുത്. കാരണം നമ്മളിലുള്ള വിശ്വാസം ജനത്തിന് നഷ്ടപ്പെട്ടാൽ ജനം പിന്മാറ്റാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ദൈവത്തെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനുള്ള അവസരം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. ലിഡിയ റോബിൻ വരുന്നുണ്ട്. ഓക്കെ, അതാണ് 7ാമത്തെ വിഷയം. പിന്നെ ഞാൻ ആദ്യമേ 8ാമത്തെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു മീറ്റിങ്ങിന്റെ വിജയം എന്ന് പറയുന്നത് അത് ലീഡ് ചെയ്യുന്ന ആളുടെ കൈകളിൽ തന്നെയാണ്. പിന്നെ ഞാൻ ആവർത്തിക്കുന്നു, ആത്യന്തികമായി ഒരു മീറ്റിങ്ങിന്റെ വിജയം ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ്. എന്നാൽ MC ചെയ്യുന്ന വ്യക്തിയുടെ ഒരു പ്രത്യേകത ആ മീറ്റിങ്ങിന്റെ വിജയത്തിനായിട്ട് ഉണ്ടായേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വിഷയം പറയാം. നമ്മൾ സമയം കീപ്പ് ചെയ്യണം. 10:30 നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ കറക്റ്റ് ഇവിടെ 10:15 നമ്മൾ സൂം ഓപ്പൺ ചെയ്യാറുണ്ട്. ഓക്കെ, 10:15 നമ്മൾ സൂം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 15 മിനിറ്റ് സംസാരിക്കാനുള്ള സമയമാണ്. വിശേഷങ്ങൾ ആന്റിമാരൊക്കെയാണ് വരുന്നത്, വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് അത് ആ കാര്യം ഇവിടെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിഡിയയാണ്. 10:15 ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ അവള് 10:10 എന്നെ വിളിക്കാറുണ്ട്. അവർ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. 10:15 സ്റ്റാർട്ട് ചെയ്ത 10:30 വരെ ഇവളാണ് എല്ലാവരോടും അത് ആ ജോലി കൃത്യമായിട്ട് അവള് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഞാനും വരും, ജിൽസയും വരും, മേരി ആന്റിയും വരും. അപ്പൊ എന്നാ ചോദിച്ചാൽ ഈ 10:30 പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പിന്നെ ഓപ്പണിംഗ് പ്രയറും പാട്ടും ഏതാണ്ട് 10:45 അപ്പുറം പോകാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, പോട്ടെ, ഒരു 10:45 10:50 വരെ ഞങ്ങൾ അനുവദിക്കുന്നു. ഞങ്ങളല്ല, ഞങ്ങൾ അനുവദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കുകയും ചെയ്യല്ലോ കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്നത്, ഞങ്ങൾ അഡ്മിൻസ് തീരുമാനിച്ച കാര്യം പറയുന്നത്. ഒരു 10:30 നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, അങ്ങനല്ലേ മേരി മാമേ, ഒരു 10:50 അതിനപ്പുറത്ത് ഒരു കാരണവശാലും പോകരുത്. പിന്നെ 2025 മുതൽ സങ്കീർത്തന പ്രബോധനത്തിന്റെ സമയം 20 മിനിറ്റ് ആക്കുകയാണ്. 15 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റ് ആക്കുകയാണ്. അപ്പോ പിന്നെ പേഴ്സണൽ പ്രയർ മാറ്റേഴ്സിലേക്ക് 11:45 ആവുമ്പോഴേക്ക് കറക്റ്റ് 11:45 പേഴ്സണൽ പ്രയർ മാറ്റേഴ്സിലേക്ക് പോകണം. 12 മണിയാണ് നമ്മുടെ ക്ലോസിംഗ് ആയിട്ട് നമ്മുടെ അനൗൺസ്മെന്റിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ചില ഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകും, 12:15 നമ്മൾ നിർത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ 12:15 എന്നൊന്നും വിചാരിച്ച് ബോധേഡാവണ്ട. കാരണം സ്തോത്രത്തിനായിട്ടും സാക്ഷ്യത്തിനായിട്ടും സഹോദരിമാർക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കേട്ടേ പറ്റത്തുള്ളൂ. അല്ല പരിധിക്കപ്പുറത്ത് ആരെങ്കിലും പറഞ്ഞു പോവുകയാണെങ്കിൽ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഞങ്ങൾ അഡ്മിൻസ് ഇവിടെ ചെയ്തോളാം. നിങ്ങളത് പിന്നെ 12:15 വരെ നമുക്ക് സമയമുണ്ട്. 12 നമ്മൾ അനൗൺസ്മെന്റ് കൊടുക്കുന്നുള്ളൂ. 12:15 വരെ നമുക്ക് സമയമുണ്ട്. അത് ലീഡ് ചെയ്യുന്ന നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എല്ലാവരോടും ഒന്നും പറയണ്ട. എല്ലാവരോടും പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ 12:15 12:30 ആവും. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു. അപ്പം എങ്ങനെ പോയാലും 12:15 ക്ലോസിംഗ് പ്രയർ ചെയ്ത് ആമേൻ പറയണം. ആ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം. അപ്പോൾ 10:50 മെസ്സേജിന് നമ്മൾ വിട്ടുകൊടുക്കുന്നു. 10:51 52 ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ മെസ്സേജിന് വിട്ടുകൊടുക്കുന്നു. അതിനുശേഷം അവർ 20 മിനിറ്റ് മെസ്സേജ് പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. 11:45 വരെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. അത് പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ തയ്യാറാക്കി പറയുമ്പോൾ ഈ 11:45 അപ്പുറം പോകാതെ അതിനകത്ത് ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് വന്ന പ്രാർത്ഥനാ വിഷയം എല്ലാം അന്ന് പറയാനായിട്ട് സാധിച്ചില്ലെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് സമയമുണ്ട്. ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അത് നോക്കി വളരെ അർജന്റായിട്ടുള്ള വിഷയങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കഴിഞ്ഞ ദിവസം ബെറ്റി ജോൺ ജേക്കബ് ആന്റി മെസ്സേജ് പറഞ്ഞപ്പോൾ
ഒരുപാട് സമയം എടുത്തു. 11:30 വരെ പുള്ളിക്കാരി മെസ്സേജ് പറഞ്ഞു. ലൈലാൻഡി ആയിരുന്നു ലീഡിങ്. പിന്നെ അത്ര സമയം 11:25 വരെ മെസ്സേജ് പറഞ്ഞു. പിന്നെ 10:50 മെസ്സേജ് തുടങ്ങിയത്. അപ്പം 10:45 ലൈലാൻഡിയാ ലീഡിങ്. അപ്പൊ അന്ന് ഇതുപോലെ ഞങ്ങൾ ആകെപ്പാടെ വിരുണ്ടുപോയി. ഇനിയിപ്പോ എന്തോ ആയിത്തീരും. ലൈലാൻഡി ശരിക്കും കഷായിച്ച് കാണും. കാരണം ഇനിയിപ്പോ എത്ര പ്രയർ മാറ്റേഴ്സ് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടുന്ന് ചെയ്തുകൊണ്ടൊരു കാര്യം, പെട്ടെന്ന് ഞാൻ മേരിയസ് ജോർജ് ആന്റിക്ക്, ജിൻസിക്ക്, സുനിതയ്ക്ക്, ലിഡിയയ്ക്കെല്ലാം പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാൻ നീ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെ ഈ ഷോർട്ട് ഫോമും ചാറ്റും എല്ലാം ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. പെട്ടെന്ന് ഇംഗ്ലീഷിലൊക്കെ ഞാൻ ഇട്ടത്. അപ്പം അത് പെട്ടെന്ന് മെസ്സേജ് ഇട്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അവരെല്ലാം ചടപടെ അങ്ങ് പ്രാർത്ഥിച്ച് കറക്റ്റ് സമയത്ത് നമുക്ക് ആ മീറ്റിംഗ് നിർത്താൻ പറ്റി. അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ചാറ്റ് ബോക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ചാറ്റ് ബോക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെയോ ജിൻസിയോട് ലിഡിയയുടെയോ ഒക്കെ മെസ്സേജ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു പാർട്ടി ഉണ്ട്, എന്ത് ചെയ്താൽ ചാറ്റ് ബോക്സ് നോക്കത്തില്ല. എത്ര മെസ്സേജ് ഇട്ടാലും ചാറ്റ് ബോക്സ് ശ്രദ്ധിക്കത്തേയില്ല. ഞങ്ങൾക്കറിയാം നിങ്ങൾ മൊബൈലിലാണ് നിങ്ങൾ മിക്കപേരും ജോയിൻ ചെയ്യുന്നത്, ഞങ്ങൾക്കറിയാം. ഒരു പ്രയാസമില്ല. നിങ്ങൾ ചാറ്റ് ബോക്സ് കൃത്യമായിട്ടും എടുത്തേ ഒക്കത്തുള്ളൂ. അത് ഞങ്ങൾ ചിലപ്പം ചില നിർദ്ദേശങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ അത് ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കണം. ചാറ്റ് ബോക്സ് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മെസ്സേജിന് കൂടുതൽ സമയങ്ങൾ എടുക്കുവോ? ചില സഹോദരിമാർ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും. ഇപ്പൊ ലതാ സുരേഷ് ആന്റി, പുള്ളിക്കാരി കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി വാഴ്ത്തി സ്തുതിച്ച് ആരാധിച്ചെല്ലാം വന്നേച്ച് പിന്നായിരിക്കും നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പാവത്തിന് നമ്മൾ അനുവദിച്ചു കൊടുക്കുക, ഒന്നും പറയണ്ട. നിർമ്മല രാജൻ ആന്റി ഏത് വിഷയം കൊടുത്താലും ഇന്ത്യയിലെ 30 സ്റ്റേറ്റിനും പ്രാർത്ഥിച്ചേച്ചേ പുള്ളിക്കാരി ആ വിഷയത്തിലേക്ക് വരത്തുള്ളൂ. അത് പാവങ്ങളാണ്, അറിവില്ലാത്തവരാണ്, അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, അവരെ അങ്ങ് വിട്ടേരെ. മനസ്സിലായോ? പക്ഷെ നിങ്ങൾക്ക് ലീഡ് ചെയ്യുമ്പോൾ പറയാം, പ്രാർത്ഥന പറയാ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറയാം. അതായത് ചില ആന്റിമാര് പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ പോലും അന്നേരം തൊട്ട് ക്രിസ്തീയ സഹോദരിക്ക് വേണ്ടി, ലൗലിക്ക് വേണ്ടി, ഓപ്പണിംഗ് പ്രയർ ചെയ്തവർക്ക് വേണ്ടി, കൺഫെഷൻ എല്ലാവർക്കും പ്രാർത്ഥിച്ച് വന്നേച്ച് അവർ വിഷയത്തിലേക്ക് കയറത്തുള്ളൂ. അപ്പം നമുക്ക് പറയാനും തിരുത്താനും പറ്റുന്നവരോട് മാത്രം ആ രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് അവതരിപ്പിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് വിട്ടേക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ 2 പേരുണ്ടല്ലോ, ലത സുരേഷ്, നിർമ്മല രാജൻ, ഇവരെ 2 പേരെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതുങ്ങൾ പാവങ്ങളാണ്, അതുങ്ങൾക്ക് അറിവില്ല. അപ്പൊ അതുങ്ങളെ ആ രീതി കണ്ടാൽ മതി. അവരെ കുറിച്ച് ഒരു പരാതിയും പറയരുത് പ്ലീസ്, കേട്ടോ. അവരെ ആ രീതിക്ക് വിട്ടേര്. അപ്പം ഈ മെസ്സേജ് ചെയ്യുന്നവര്, പ്രാർത്ഥിക്കുന്നവരൊക്കെ കൂടുതൽ സമയം ഉപയോഗിച്ചാല് നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ആ മീറ്റിംഗ് നിങ്ങൾ വിജയകരമാക്കണം. കാരണം ഒരു ലീഡ് ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. പിന്നെ ഏതെങ്കിലും തരത്തിൽ അപ്പം മെസ്സേജ് ചിലപ്പോൾ മോശമായി, ഒരു കാരണവശാലും നമ്മുടെ മുഖത്ത് അത് പ്രതിഫലിക്കരുത്. ഇന്നത്തെ മെസ്സേജ് കൊള്ളത്തില്ല, പാട്ടങ്ങോട്ട് ശരിയായില്ല, പ്രാർത്ഥിച്ചങ്ങോട്ട് ശരിയായില്ല, ഒരു കാരണവശാലും നമ്മുടെ മുഖത്ത് അത് പ്രതിഫലിക്കരുത്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ഇച്ചിരി ഗൗരവമായിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഈയിടെയായിട്ട് നന്നായെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ മേരി ആന്റി? ഇച്ചിരൊക്കെ നന്നായി വരുന്നുണ്ട്. അപ്പൊ ലൈറ്റായിട്ടൊക്കെ ഇപ്പൊ സംസാരിക്കാനൊക്കെ ഞാനും തുടങ്ങിയിട്ടുണ്ട്. കാരണം ജനത്തിന്റെ ആ സ്പന്ദനങ്ങൾ മനസ്സിലായത് കൊണ്ട് അവരോടൊപ്പം ഇഴുകിച്ചേരാൻ ഞാനും ആഗ്രഹിച്ചു. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു, കേട്ടോ. ഒരു സമാധാനക്കുറവ് എല്ലാ വിഷയത്തിലും ഉണ്ടായിരുന്നു. കാര്യം സഹോദരിയൊക്കെ തുടങ്ങിയ സമയം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒത്തിരി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം കൂടി ആവാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാരണവശാലും മെസ്സേജ് മോശമായി കൊള്ളത്തില്ലായിരുന്നു. ഒരാൾ മെസ്സേജ് പറയുമ്പോൾ അതിനകത്തൊന്നും കാണത്തില്ലായിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒന്ന് കണ്ടെടുത്ത് അതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് സംസാരിച്ച് മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്ക് പ്രചോദനം കൊടുക്കേണ്ടത് നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ ലതാ സുരേഷ് ആന്റി ഒരു ദിവസം മെസ്സേജ് പറഞ്ഞു, ആ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ഒറ്റ വാക്യം പോലും കക്ഷി പറഞ്ഞില്ല. പുള്ളിക്ക് 2-3 വാക്യം വായിച്ചതേ ഉള്ളൂ. പക്ഷെ അതിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ലീഡ് ചെയ്ത വ്യക്തി ഞാനായിരുന്നു ലീഡ് ചെയ്ത്. ഞാൻ ഏതോ ഒരു വാക്യം എടുത്ത് പറഞ്ഞു വെച്ച് അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അങ്ങ് കൊണ്ടുപോയി. അപ്പം ഇതൊക്കെ ഞങ്ങൾ ഇതൊക്കെ പരീക്ഷിച്ച് ഏറെക്കുറെ വിജയിച്ചവരായതുകൊണ്ട് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഒരു കാരണവശാലും പ്രസംഗം മോശമായതിന്റെയോ പാട്ട് ബോറായാലും, ഇപ്പം ചിലപ്പോൾ നെറ്റ് കിട്ടാതെ വരും, നെറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ പാടെ മുഖവും വാടിയോ പ്രയാസപ്പെട്ടോ ഒന്നും ഇരിക്കരുത്. അപ്പൊ നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കണം. കാരണം ഇത്രയും ഇപ്പൊ 41 പേര് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, 50 പേര് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരായിരിക്കും കൂടുതൽ. പക്ഷെ ഈ കണ്ണുകളെല്ലാം ശ്രദ്ധിക്കുന്നത് നമ്മുടെ മുഖത്തേക്ക്. അതുകൊണ്ട് പേടിക്കണമെന്നല്ലേ പറഞ്ഞു, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ലേ പറയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് ശുശ്രൂഷ ചെയ്യണം. അപ്പം നമ്മുടെ മുഖത്തേക്കായിരിക്കും ഇവർ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ മുഖം എങ്ങനെയുണ്ട്, നമ്മുടെ മുഖം ഓക്കെ ആണോ, അവർ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്ലസന്റ് ആയിട്ടിരിക്കുക.
വളരെ ധൈര്യം, നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അവർക്ക് ധൈര്യം തോന്നണം, ആ രീതി വേണം ഇരിക്കാൻ. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ കുറ്റം പറയാനോ വഴക്കു പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ആരും അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മുഖത്തുനിന്ന് ഒരു പ്രയാസം അവർക്ക് ഉണ്ടാവാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആ, 9ാമത്തെ കാര്യം ഞാൻ എഴുതി വെച്ചത് ഇതാണ്: പ്രസരിപ്പുള്ള മുഖത്തോടെ ധൈര്യത്തോടെ ശുശ്രൂഷ ലീഡ് ചെയ്യണം. ഇപ്പം നമ്മളൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞേച്ച് അയ്യോ എൻ്റെ കർത്താവേ ഇതിനൊക്കെ വല്ല വിടുതലും കിട്ടുമോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ മുഖഭാവമെങ്കിൽ ഇത് കാണുന്ന വ്യക്തികൾ ആകെ പട തകർന്ന് തരിപ്പണമായി പോകും. അതിനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. ഏറ്റവും നല്ല ആ, നല്ല മുഖത്തോടെ, സന്തോഷമുള്ള മുഖത്തോടെ. ഇപ്പം നമ്മുടെ മുഖത്ത് നോക്കിയാൽ അവർക്ക് തോന്നണം നമ്മുടെ ദൈവം ആരാണെന്നുള്ളത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? അഹങ്കാരത്തിന്റെ മുഖമല്ല, ധാർഷ്ട്യത്തിന്റെ മുഖമല്ല, ഞാൻ എന്തോ ആണെന്നുള്ളതിന്റെ മുഖമല്ല, മറിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് തോന്നണം ഒരു ധൈര്യം. പിന്നെ കണ്ടോ, അത് ആ സൗര്യ പറഞ്ഞ വാക്കുകൾ, നമ്മുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴൊക്കെ അപ്പൊ നമ്മുടെ മുഖം എപ്പോഴും നല്ല പ്രസരിപ്പുള്ള മുഖമായിരിക്കണം. അവർക്ക് നമ്മളോട് കാര്യങ്ങൾ പറയാനൊരു ധൈര്യം തോന്നണം. പുള്ളിക്കാരുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പറയാൻ തോന്നിയില്ല. പിന്നെ എനിക്കൊരു പ്രാർത്ഥനാ വിഷയം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ പുള്ളിക്കാരി ഭയങ്കര സീരിയസ് ആയിട്ടിരുന്നത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സ് നേരത്തെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിവതും ചിരിക്കാത്തവരൊക്കെ അതൊന്ന് ചിരിച്ചും സന്തോഷമായിട്ടും ഒക്കെ പിന്നെ ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സഹോദരിമാർക്കൊരു നല്ലതായിരിക്കും. സുനിജ സുനിജ ജോയിൻ ചെയ്തേക്കുന്നത് 505. സുനിജയ്ക്ക് ഇപ്പം പുതിയ ലേബലൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ പ്രസരിപ്പുള്ള മുഖത്തോടെ ധൈര്യത്തോടെ നമ്മൾ ആ ശുശ്രൂഷ ലീഡ് ചെയ്യണം. പിന്നെ ചാറ്റ് ബോക്സ് ശ്രദ്ധിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചത്, പിന്നെ മെസ്സേജിന്റെ ടൈം 20 മിനിറ്റ് ആക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കൺഫെഷൻ പ്രയർ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കൺഫെഷൻ പ്രയർ ചെയ്യുന്നവര് ഓപ്പണിംഗ് പ്രയർ ആണോ ചെയ്യുന്നത്, ക്ലോസിംഗ് പ്രയർ ആണോ ചെയ്യുന്നത്, കൺഫെഷൻ പ്രയർ ആണോ ചെയ്യുന്നത്, രോഗികൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ഭവന പ്രാർത്ഥനയാണോ നടത്തുന്നത്, ഒന്നും പിടികിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൺഫെഷൻ പ്രയർ അങ്ങ് ഒഴിവാക്കിയാലോ എന്ന് ചിന്തിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിന് വിടുന്നു. ഒന്നുകിൽ കൺഫെഷൻ പ്രയർ ഒഴിവാക്കാം, അല്ലെങ്കിൽ നമ്മൾ ലീഡ് ചെയ്യുന്ന വ്യക്തികൾ കൺഫെഷൻ പ്രയർ ചെയ്യുന്ന വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കണം, ആന്റി കൺഫെഷൻ പ്രയർ അറിയാമല്ലോ. കൺഫെഷൻ പ്രയർ വരേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക. അത് ആദ്യം നമ്മൾ സ്തുതിക്കേണ്ടത് കർത്താവായ ക്രിസ്തുവിന്റെ കാൽവറി. ഈ സഹോദരി ഇത്രയും കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ഞാൻ കാര്യം പറഞ്ഞത്, കർത്താവായ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച നിത്യരക്ഷയ്ക്ക് നമ്മളെല്ലാ സ്തുതിയും മഹത്വവും കൊടുത്ത് നമ്മൾ ആരാധന അർപ്പിക്കുന്നു. 2, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറയുന്നു. 3, നമ്മുടെ പിന്നെ കുറവുകൾ നമ്മൾ ഏറ്റുപറയുന്നു. ഈ 3 വിഷയങ്ങളെ കൺഫെഷൻ പ്രയറിൽ അടങ്ങാവും. അല്ലാതെ ഓപ്പണിംഗ് പ്രയർ ചെയ്ത ഇന്നാർക്ക് മെസ്സേജ് പറഞ്ഞ അനുഗ്രഹീതമായ ഒരു സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ, ഇതൊന്നും അവിടെ കൺഫെഷൻ പ്രയർ വരേണ്ട കാര്യമില്ല. അപ്പൊ അത് ചെയ്യേണ്ട എങ്ങനെയാന്ന് ചോദിച്ചാൽ, ലീഡ് ചെയ്യുന്ന ആൾക്കാര് ഇപ്പൊ ഏതെങ്കിലും വചനഭാഗം എടുത്തിട്ട്, ഏതെങ്കിലും അല്ല, ഈ പറയുന്ന നമ്മൾ അധികം ലീഡ് ചെയ്യുമ്പോൾ അധികം വചനം നമ്മൾ വായിക്കാതിരിക്കുക നല്ലത്. ഈ സങ്കീർത്തന പ്രബോധനം കഴിഞ്ഞിട്ട് അവർ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അതൊന്ന് കോട്ട് ചെയ്ത് പറഞ്ഞ് അത് നമ്മുടെ കുറവുകളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്ന ലെവലിലേക്ക് എത്തിക്കേണ്ടത് ലീഡ് ചെയ്യുന്ന ആളുടെ കയ്യില് ഒരു കഴിവെന്ന് ഞാൻ പറയുന്നില്ല, കൃപയാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺഫെഷൻ പ്രയർ കണ്ടിന്യൂ ചെയ്യാം. ഈ കൺഫെഷൻ പ്രയർ ഒന്നും 5 മിനിറ്റ് ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാ കർത്താവെ, ഞങ്ങളുടെ കുറവൊക്കെ ഒന്ന് ക്ഷമിക്കണം. അതിനു മുമ്പായിട്ട് നമ്മൾ കർത്താവ് ചെയ്ത ഉപകാരത്തിന് നന്ദി പറയുന്നു. അപ്പം കൺവെൻഷൻ പ്രയർ പലപ്പോഴും ഒരു ആചാരമായിട്ട് അനുഷ്ഠാനമായിട്ടൊക്കെ നടക്കുന്ന പോലൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ അരുത്. അപ്പോൾ ഓരോരുത്തരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിവതും എല്ലാ ബുധനാഴ്ചയും പങ്കെടുക്കുകയാണെങ്കിൽ ഓരോരുത്തരും ചെയ്യുന്ന രീതികൾ എന്താണ് നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് പിറ്റേ ആഴ്ച, ഇപ്പം ഈ ആഴ്ച സുജാന്റെ ലീഡ് ചെയ്യുന്നെങ്കിൽ അടുത്ത ആഴ്ച മിനി ചേച്ചി ലീഡ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി കുറെ കൂടെ വ്യത്യാസങ്ങൾ വരുത്തി അത് ചെയ്യാൻ പറ്റും. അതിനടുത്ത് ജാസ്മിൻ സിസ്റ്ററാണ് ലീഡ് ചെയ്യുന്നെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടും നല്ല രീതിയിലും അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും കഴിവതും ഒന്ന് പങ്കെടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൺഫെഷൻ പ്രയർ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അവയർനെസ് നമ്മുടെ സഹോദരിമാർക്ക് കൊടുക്കും. നിങ്ങൾ കൊടുക്കുന്ന വ്യക്തികൾ പിന്നെ ആരാണെന്ന് മനസ്സിലാക്കി ഒന്നുകിൽ അതിന് പറ്റിയ ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആന്റിമാരൊക്കെ ആണെങ്കിൽ ഇച്ചിരി
ആന്റി എന്നൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സൗമ്യമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞാല് നമ്മുടെ ആന്റിമാരൊന്നും കുഴപ്പക്കാരായിട്ടുള്ള ആന്റിമാരൊന്നുമല്ല. അവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് അവരെല്ലാം മനസ്സിലാക്കുന്നവരും സഹകരിക്കുന്നവരും എടുത്തും ചാടിയും വർത്താനം പറയുന്നവരാരും ഇപ്പം ഇവിടെ ഇല്ല. അവരോട് പറഞ്ഞ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അവർ നന്നായിട്ട് സഹകരിക്കുന്നവരാണ്. അത് പറയുന്നത് കുഴപ്പമില്ല. പിന്നെ ഈ വെനസ്ഡേ പ്രാർത്ഥനാ മീറ്റിങ്ങിന്റെ പോസ്റ്റർ നമ്മൾ ഗ്രൂപ്പിൽ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അത് മറ്റൊരിടത്തേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. മനസ്സിലായോ? എന്നിട്ട് പോലും നമുക്ക് ഇത്ര ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അത് ഈ പകൽ സമയത്ത് 10:30 തൊട്ട് 12 മണി വരെ നമുക്ക് ഇത്രയും പേര് വരുന്ന ഒരു കുഞ്ഞുങ്ങളെ കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റു ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കുറഞ്ഞ പക്ഷം സ്റ്റാറ്റസ് എങ്കിലും ഇടാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. 2025 കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതുപോലെ പൊതുവായ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കണം. സൂമിൽ പറയാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രമേ നമ്മൾ അവതരിപ്പിക്കാവൂ. ഇപ്പം കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ ചിലർ പറയുമ്പം ഒരു സ്ഥലത്ത് നമുക്ക് പറഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും, അവിടെ ഇങ്ങനെ സംഭവിച്ചു എന്നൊന്നും പറഞ്ഞു കളയരുത്. അപ്പം ഇതിനെക്കുറിച്ച് അറിവുള്ള പലരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഏത് സ്ഥലത്താണെന്നും ആരാണെന്നും എവിടെയാണെന്നും ആരുടെ കാര്യം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതുകൊണ്ട് അങ്ങനൊന്നും ഊഹാപോഹം വെച്ചും അങ്ങനൊന്നും പറയരുത്. അത് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പലയിടത്തുണ്ട്. അത് നമ്മൾ പൊതുവായിട്ട് അവതരിപ്പിച്ചാൽ മതി. അല്ല ഇന്ന രീതിയിൽ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഞാൻ പറഞ്ഞു, മുൻകാലങ്ങളിൽ ചെറുപ്പക്കാരുടെ ഇടയിലായിരുന്നു പിന്നെ വിവാഹമോചനം നടത്തി. ഇപ്പം പ്രായമുള്ളവരുടെ ഇടയിലും നടക്കുന്നുണ്ട്. എനിക്കറിയാം ആരുടെയാന്ന്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അത് ആർക്കും മനസ്സിലാകത്തില്ല അത് ആരാണെന്ന് എന്താണെന്ന്. ഇല്ലെങ്കിൽ എന്തുണ്ടല്ലോ, എന്നോട് പണ്ട് ഒരാള്, ഞാനിങ്ങോട്ട് പ്രയർ മീറ്റിംഗ് കഴിഞ്ഞു വെണ്ണിക്കുളം എന്ന സ്ഥലത്താണ് പിന്നെ നമ്മുടെ ബ്രദറുകാരി ഒരു പെങ്കൊച്ച് ഹിന്ദുവായ ഒരു മോന്റെ കൂടെ ഇറങ്ങിപ്പോയി. അപ്പൊ ഞാനിവിടെ പറഞ്ഞു, വിശ്വാസികളായ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനൊക്കെ പോകുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോ മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഫോൺ കോൾ വന്നു. അതെവിടെയാ, വെണ്ണിക്കുളത്താണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. സത്യത്തിൽ അത് വെണ്ണിക്കുളത്ത് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനൊക്കെ അന്വേഷിക്കുന്നവരും കണ്ടുപിടിക്കുന്നവരും ഉണ്ട്. പിന്നെ നമ്മുടെ സൂമില് കയറുന്നവരൊക്കെ എല്ലാവരും ആരാണെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചിട്ടയായിട്ട് ആർക്കും ദോഷം വരാത്ത രീതിയിൽ ആരും എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതാരും കണ്ടുപിടിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. കഴിഞ്ഞ നാളുകളിൽ ഞാനായാലും മേരിയാൻറ്റി ആയാലും ജിൻസി ആയാലും ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളപ്പോൾ അതിന്റെ സ്വകാര്യത നിലനിർത്തി, ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ആ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ആ വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒന്നും ലീക്ക് ആവാതെ ദൈവകൃപയാൽ ഞങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. പിന്നെ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പിന്നെ മറ്റുള്ളവർ അനുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് മറ്റാർക്കും അത് മനസ്സിലാകാത്ത രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാലം തീയതി കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ നടന്നത്, എനിക്ക് ഒരു ഡിസംബർ മാസത്തിലാണെന്ന് തോന്നുന്നു എന്നൊന്നും പറഞ്ഞു കളയരുത്. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് ആൾക്കാർക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. റെക്കോർഡിംഗ് ഉണ്ട് സുനിജ, ഞാൻ നിനക്ക് റെക്കോർഡിംഗ് തരാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 2025 നമ്മൾ ഇത്രയും പേര് ചേർന്നാണ് വെനസ്ഡേ പ്രയറിന്റെ ലീഡിംഗ് ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇവിടെ പങ്കെടുക്കുന്ന ആർക്കും ഒരാഴ്ച ലീഡ് ചെയ്യാൻ അസൗകര്യം വന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ആനി ബെന്നി ആന്റി, ലൈല സാമു ആന്റി ഉണ്ട്. അതുകൂടാതെ വേറെ പുതിയ ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കും. ഇപ്പൊ സിസിരിമാമ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പുതിയ ആൾക്കാർക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് നമ്മുടെ എല്ലാവരുടെയും അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം പുതിയ ആൾക്കാരും വളർന്നു വരേണ്ടത് ആവശ്യമാണ്. കാലം ഉണ്ടെങ്കിൽ നമ്മളാരും മരിച്ചില്ലെങ്കിൽ ഈ പ്രവർത്തനം നിലനിൽക്കുകയാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഇതുപോലെ പുതിയ ചില ആൾക്കാരെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്, അല്ലേ? അപ്പം അതുകൊണ്ട് പുതിയ ആൾക്കാരെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ പ്രധാനമായിട്ടും വെനസ്ഡേ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം നമുക്ക് ഇത്രയും പേർക്കാണ്. വളരെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ദൈവകൃപയോടെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. മെസ്സേജിന് 20 മിനിറ്റ് എന്ന് നമ്മള് പറയുമ്പോൾ അത് അങ്ങ് നീണ്ടുപോകും. 15 മിനിറ്റിൽ തന്നെ നിൽക്കട്ടെ, എന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല. 20 എന്ന് പറയുമ്പോ ഈ 30 മിനിറ്റ് 20 എന്ന് പറയുമ്പോൾ 25 30 അല്ലേ? പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ മെയിൻ കാര്യം അവിടെ നടക്കുന്നത്.
അപ്പൊ ഈ 20 മിനിറ്റ് പോയി കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു വിഷയം കൂടി കുറയും. ഓക്കെ, അപ്പൊ 15 മിനിറ്റ് കണ്ടിന്യൂ ചെയ്യുക. 15 മിനിറ്റ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇൻ കേസ് അവർക്കത് 20 മിനിറ്റ് എടുത്താൽ അത് കുഴപ്പമില്ല. അതെ, പിന്നെ നിങ്ങളത് തിരുത്തിക്കോണേ. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കോ. ശരിയാ മേരി ആന്റി പറഞ്ഞത്. പിന്നെ ഈ സങ്കീർത്തന പ്രബോധനം ചെയ്യുന്നവര് ഒരു സങ്കീർത്തനത്തിന് മുഴുവൻ വാക്യം പറയണമെന്നില്ല. ഇല്ല, അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് പറയാം. ഇത്രാം വാക്യം മുതൽ ഇത്രാം വാക്യം വരെ ഇന്നത് പറയുന്നു, ഇത്രാം വാക്യം വരെ. എന്നിട്ട് അതിൽ നിന്ന് ഒരു വാക്കെടുത്ത് പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം തരുന്ന രീതിയിൽ എന്തെങ്കിലും. ചില സങ്കീർത്തനങ്ങളിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ അത് കണ്ടെത്തിയാൽ കിട്ടും. ഇത്രേ ഉള്ളൂ നമുക്ക് സംഭവം. പാപങ്ങളെ ഏറ്റു പറയാം, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക, ഒരുക്കിയെടുക്കുക, ഇത്രേ ഉള്ളൂ വിഷയം. അപ്പൊ പ്രാർത്ഥന എന്ന ആ വാക്കൊന്നും അതിനകത്ത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആ രീതിയിലൊക്കെ അത് അവർ തയ്യാറാക്കേണ്ടതാണ് മെസ്സേജ് പറയുന്നവര്. ഇത് കൂടുതലും മെസ്സേജ് പറയുന്നവർ ഈ പ്രായമുള്ളവരായതുകൊണ്ടാണ് നമ്മളത് അധികം ഇത് ചെയ്ത് പറയാതെ. പിന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഈ ലീഡിങ്ങിന് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കീർത്തന പ്രബോധനം ഉണ്ട് കേട്ടോ. അതോർത്ത് ആരും പേടിക്കരുത്. നിങ്ങൾക്കെല്ലാം ആ ഒരു ശുശ്രൂഷയുമുണ്ട്. എന്താ സുജാന്റി പറയാനുള്ളത്? ഒന്നുമില്ല. നിങ്ങൾ ഓക്കെ ആണല്ലോ ഈ കാര്യത്തിന്? പറ. എനിക്ക് എല്ലാ ആഴ്ചയിലും വരാൻ പറ്റത്തില്ല, അതല്ലേ പറയാൻ വരുന്നേ? ഹലോ, പറ. ജപ്സി സാമോ, അയ്യോ, എന്തോ പറയാൻ വന്നത് പറ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അത് എല്ലാ ആഴ്ചയും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അത് നമ്മുടെ ഡ്യൂട്ടി അനുസരിച്ച് മാക്സിമം ഞാൻ ഡ്യൂട്ടി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അനുഗ്രഹം. ആദ്യമേ ലവ്ലിസ്റ്റർ പറഞ്ഞ പോലെ എനിക്കിത് വളരെ അനുഗ്രഹമാണ്. ഞാൻ കയറിയ കാലം തൊട്ട് എനിക്കത് വളരെ അനുഗ്രഹം ആയതുകൊണ്ട് ഞാൻ കഴിവതും ഡ്യൂട്ടി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ നൈറ്റോ മോർണിംഗോ ഒക്കെ വരുമ്പോ എന്നെ കൊണ്ട് പറ്റാത്ത സിറ്റുവേഷൻ എന്നുള്ളതേ ഉള്ളൂ. കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ വല്ലതും പറയാണ്ട് ഇപ്പൊ പറഞ്ഞോണം. പിന്നെ എന്നോട് വേറെങ്ങും പറയരുത്. തമ്മിൽ സംസാരിക്കരുതെന്ന് പറയുന്നത് എന്നു ചോദിച്ചാല് നമ്മളെ എല്ലാവരുടെയും അഭിപ്രായം കൺഫെഷൻ പ്രയർ അത് ധൈര്യമായിട്ട് പറ. ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പറ. കൺഫെഷൻ പ്രയർ വേണോ വേണ്ടോ എന്ന് ആന്റി ചോദിക്കുന്നേ. കൺഫെഷൻ പ്രയർ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ലവ്ലി സിസ്റ്റർ പറഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളെന്ന് തോന്നുന്നു ഇങ്ങനെ അങ്ങോട്ട് പോകുന്നേ. ഈ മീൻസ് ഒരു 2-3 വീക്സ് ആയതേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇങ്ങനെ പോയത്. അതിന് മുൻപ് പ്രാർത്ഥിച്ചവരൊക്കെ കൺഫെഷൻ പ്രയർ ഫോക്കസ് ചെയ്ത് തന്നെ അപ്പൊ കൺഫെഷൻ പ്രയർ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അത് നമ്മൾ പറയുമ്പോ ഒരു സെലക്ട് ചെയ്യുന്നവരോട് ഒന്ന് സൂചിപ്പിച്ചാൽ മതി. ഇതൊക്കെയാണ് 2-3 ആഴ്ച ശരിയായി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ശരിയായി പോവും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കേൾക്കുന്നവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ടായിരിക്കും അത് തന്നെ ഫോളോ ചെയ്യണത്. നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി. ഇതൊക്കെയാണ് അതിന്റെ കണ്ടന്റ്. ഇത്രയും കാര്യങ്ങളായിരുന്നു. ഒരു 3 മിനിറ്റ് മതി. ഒത്തിരി സമയം പോകണ്ട. ഓൺലൈൻ ആണല്ലോ. അപ്പൊ ഒരാൾ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ ബാക്കി പ്രാർത്ഥനയ്ക്ക് സമയം കുറഞ്ഞു പോകും. അതും കൂടി ചേച്ചി പറ. സങ്കീർത്തന ധ്യാനം കഴിഞ്ഞ് ഒന്ന് താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. മീറ്റിംഗ് എനിക്കതിന് അത് എപ്പോഴും നന്നാണ്. പക്ഷെങ്കിൽ 3 മിനിറ്റ് കൂടേണ്ട ആവശ്യമില്ല, മേരി ആന്റി പറഞ്ഞു. ഓക്കെ. പിന്നെ സുജോ, ഷൈനി അഭിലാഷ്, ലിഡിയ റോബിൻ. ലിഡിയ യാത്രയെല്ലാം തോന്നുന്നു. ഷൈനി പ്രത്യേകിച്ചൊന്നും ഇല്ല. എല്ലാരും പ്രായമുള്ളവരെല്ലാം പറഞ്ഞപ്പോ ഞാൻ എന്ത് പറയാനാ. എല്ലാരും അല്ല, പ്രായമില്ലാത്തവർക്ക് അഭിപ്രായമൊന്നും ഇല്ലയോ? അങ്ങനല്ല. സുജോ ഹിന്ദി ഗ്രൂപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവളാണ് ഇപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ പ്രയോജനപ്പെടും. പിന്നെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ബുധനാഴ്ച ഇവിടെ വരാൻ പറഞ്ഞു. നമുക്ക് അത്യാവശ്യം മലയാളം അറിയാമല്ലോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്യട്ടെ അല്ലേ? പറയടി, വല്ലതും പറയണ്ടേ, പറ പെട്ടെന്ന്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച അഥവാ യങ്സ്റ്റേഴ്സ് കേറുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് നാള് അവരെയും കൊണ്ട് കൺഫെഷൻ പ്രേയേഴ്സ് ചെയ്യിക്കുവാണെങ്കിൽ നീ വേണം ഈ യങ്സ്റ്റേഴ്സിനെ എല്ലാം വിളിച്ചോണ്ട് വരാൻ കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലുള്ള യങ്സ്റ്റേഴ്സ് എല്ലാരും തന്നെയല്ല മറ്റുള്ളവരെയൊക്കെ എൻകറേജ് ചെയ്യണം. പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എൻകറേജ് ചെയ്യണം. ഞാൻ പറയട്ടെ, എനിക്ക് വളരെ സന്തോഷവും അതിശയവും തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ ബുധനാഴ്ച രാവിലെ 10:30 തൊട്ട് 12 മണി വരെ നമ്മുടെ സഹോദരിമാരുടെ വീട്ടിലെ തിരക്കൊന്ന് ചിന്തിച്ചു നോക്കി. അത്രയും ആ പീക്ക് ടൈമിൽ ഈ ആൾക്കാർ ഇത്രയും പേര് പങ്കെടുക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ഒരു വലിയ പ്ലാൻ ഇതിന്റെ പിന്നിലുണ്ട്. അതാ ഞാൻ വിശ്വസിക്കുന്നത്.
ഞാൻ മാത്രമല്ല, ഞങ്ങൾ 4 പേരും അതാ വിശ്വസിക്കുന്നത്. ദൈവത്തിന് ഒരു പ്രത്യേക പ്ലാൻ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്രമീകരണം വരുത്താമെന്ന് ആഗ്രഹിച്ചത്. ഷൈനി, എടി നീ എന്തെങ്കിലും പറയുന്നുണ്ടോ ഷൈനിയെ? അവൾ പറയുന്നുണ്ടോ തോന്നുന്നു, ഇവിടെ കേൾക്കുന്നില്ല. ജാസ്മിൻ സോരി. ആ, ആരാ പറഞ്ഞ? ജാസ്മിൻ സോരി. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതെല്ലാം എല്ലാം എഗ്രി ചെയ്തു, കേട്ടോണ്ടിരിക്കുന്നു. എല്ലാം എഗ്രി ചെയ്തു. ഓക്കെ. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഇല്ലാന്ന് കരുതുന്നു. പിന്നെ നിങ്ങളോട് പലരോടും നേരത്തെ പറഞ്ഞില്ല. ഈ ഒരു അഭിപ്രായം വരുന്നത്, ഈ കൺഫെഷൻ പ്രെയർ ലീഡ് ചെയ്യുന്നവർ തന്നെ കൺഫെഷൻ പ്രെയർ ചെയ്താലോ? അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ നമുക്ക് സമയം കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ സ- സമയം ലാഭിക്കുകയും ചെയ്യാം. സമയം കിട്ടും, അവർക്ക് പഠിക്കാനും പറ്റും. ഓക്കെ, അത് ഷൈനിയുടെ ഒരു അഭിപ്രായമാണ്. കൺഫെഷൻ പ്രെയർ ശരിയാണ്, അത് നല്ലൊരു കാര്യമാണ്. കാരണം സങ്കീർത്തന പ്രബോധനം കഴിഞ്ഞു. കാരണം ലീഡ് ചെയ്യുന്നവർ പറയാനായിട്ട് കുറച്ച് സമയം, പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സമയം, അത്രയും വരാതെ വേണമെങ്കിൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യും. അപ്പൊ പിന്നെ കുറെ കൂടെ ഐ ഹാവ് സം പ്രോബ്ലം വിത്ത് മൈ മൈക്ക്. ഷൈനിയുടെ മൈക്കിന് എന്തോ പ്രോബ്ലം. അപ്പം അങ്ങനെ ചെയ്താലോ? അതിലെ കുറെ കൂടെ നല്ലത്. അത് കുഴപ്പമില്ല. ലീഡ് ചെയ്യുന്നവർ തന്നെ കൺഫെഷൻ പ്രെയർ അങ്ങ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ പറയുന്നതിന്റെ ഒരു ഫ്ലോയും കിട്ടും, അതിന്റെ ആ ഗൗരവം ഉൾക്കൊണ്ട് നമുക്കത് പ്രാർത്ഥിക്കാനും പറ്റും. അതെ 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 അതെ. അന്നേരം അത് ഡിസ്റ്റർബ് ആകത്തില്ല. ഡിസ്റ്റർബ് എന്നുവെച്ചാൽ ആ ആകും. സങ്കീർത്തനത്തിന്റെ ഇതിന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ആള് വന്ന് ജോയിൻ മൈക്ക് ഓൺ ചെയ്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോഴത്തേക്ക് ആ കണക്ടിവിറ്റി അങ്ങ് പോകും. പക്ഷെ അതെ, ലീഡ് ചെയ്യുന്ന പറയുന്ന ആള് തന്നെയാണെങ്കിൽ ആ കണക്ഷനിൽ അങ്ങ് പ്രാർത്ഥിച്ചു പോകും. പ്രാർത്ഥിച്ചു പോകും. ഇപ്പൊ ജെപ്സിസ് ക്ലോർക്കായിരിക്കും ഈ ബുധനാഴ്ച പുള്ളിക്കാരിയാ ലീഡിങ്. ഇപ്പൊ ഞാൻ തന്നെ വേണ്ട, ഇത് അടുത്ത വർഷത്തേക്കുള്ള കാര്യമാണ്, നമ്മൾ ജനുവരി തൊട്ട് ചെയ്യുന്ന കാര്യമാ. കേട്ടോ, വിഷമിക്കണ്ട. അപ്പൊ പിന്നെ ഒരു കാര്യം ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താല് സന്തോഷമാവുമോ? കുഴപ്പമില്ല, നന്നായിരിക്കും. കാരണം നമ്മൾ എല്ലാരെയും വിളിക്കുന്നതിനേക്കാളും നന്നായിരിക്കും അത്. നമുക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മറ്റൊരാളെ നമുക്ക് ഏൽപ്പിക്കാമല്ലോ. അതെ അതെ അതെ. ശരി, അത് കറക്റ്റാ. പിന്നെ ഒരു ബുധനാഴ്ച നടന്ന പ്രാർത്ഥന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതുമൊക്കെ അവിടെ പറയാം. പിന്നെ നിങ്ങളെല്ലാവരോടും 100% ഞങ്ങൾ 4 പേരും നിങ്ങളെ വിശ്വസിക്കുന്നു. ഒരു കാരണവശാലും ഒരു കാര്യങ്ങളും പുറത്തു പോകില്ല എന്ന് 100% വിശ്വാസമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പേരെ ഞങ്ങൾ വിളിച്ചു കൂട്ടിയത്. അപ്പം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മേരി ആന്റി? ഇല്ല, ഒന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ ഹാപ്പിയാണോ അതറിയട്ടെ. സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ജെപ്സി സൗകര്യക്ക് സന്തോഷമുണ്ട്. ചിരി കണ്ടപ്പോൾ മനസ്സിലായി. ജാസ്മിൻ സൗകര്യം ഓക്കെ. ഞാൻ സുജയുടെ മുഖം കാണത്തില്ല. മേരി ആന്റി പിന്നെ ഡബിൾ ഓക്കെ. സുജാന്റി ഓക്കെ. സുജാന്റി ഓക്കെ. അപ്പം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ വലിയൊരു സഹകരണം 2025 നമ്മുടെ വെനസ്ഡേ പ്രയർ സംബന്ധമായിട്ടുള്ള ശുശ്രൂഷകളിൽ പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന പോലെ കർത്താവിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, ക്രിസ്തീയ സഹോദരിക്ക് വേണ്ടിയല്ല. ക്രിസ്തീയ സഹോദരി നമ്മുടെ മുമ്പിൽ ഒരു മുഖാന്തരം മാത്രമാണ്. ഇതിലൂടെ നമ്മൾ കർത്താവിന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവനാമം മഹത്വം എടുക്കട്ടെ. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ എന്ന് പറയുമ്പോൾ വേറൊന്നും വിചാരിക്കരുത്, നമ്മളെല്ലാവരും കൂടാണ്. ഇന്ന് മുതൽ വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കുക. ശുശ്രൂഷയുടെ ഒരു തലം കൂടെ നമ്മൾ മുന്നോട്ട് വരികയാണ്. ദൈവം അതിനുള്ള കൃപ തരട്ടെ. പിന്നെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും നമുക്കിടയിൽ ഉണ്ടാവും. അതൊന്നും ബോധേടാവരുത്. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതപ്പോഴേ തുറന്നു പറയാനും ശ്രമിക്കണം. അത് ഞാനിപ്പോ ആദ്യമേ പറഞ്ഞു, ഞങ്ങളോട് 4 പേരോടും അത് നിങ്ങൾക്ക് എന്തും തുറന്ന് സംസാരിക്കാം. ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു സർക്കിളിന് വെളിയിലേക്ക് ഒരു കാര്യവും പോകരുത്. ഇത് പോകരുതെന്നൊക്കെ പറയുന്നത് ഈ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടിയാ പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ പരാജയം നമുക്കുണ്ടാവും. അത് പാടില്ല. ഇത് 100% സത്യസന്ധമായിട്ട് പറയുകയാണ്. ഇതിന്റെ പിന്നിൽ യാതൊരു സ്വാർത്ഥ ലാഭങ്ങളുമില്ല. എല്ലാം കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ളത്.
ഇനി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇത്രയും പേര് നന്നായിട്ട് നിങ്ങളുടെ ലീഡ് കഴിഞ്ഞ ഒരു വർഷം മൊത്തം നിങ്ങളുടെ ലീഡിങ് ഞങ്ങൾ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ എത്രയും പേരെ വിളിച്ചത്. ഇനി നിങ്ങളുടെ ഈ വർഷത്തെ ഞങ്ങളുടെ ലീഡിങ് കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ചിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മന്ത്ലി മീറ്റിങ്ങിന്റെ ലീഡിങ് ഞങ്ങൾ തരും. എല്ലാ മാസത്തിന്റെ ആദ്യത്തെ ബുധനാഴ്ച നടക്കുന്ന മീറ്റിങ്ങിന്റെ ലീഡിങ് ഞങ്ങൾ തരും. ആ കാര്യത്തിൽ നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. സുജാന്റി ഓൾറെഡി ചെയ്തു, മിനി ചേച്ചി ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഉണ്ട്. മന്ത്ലി മീറ്റിംഗ് ലീഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റുള്ളവരുടെ അടുക്കലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യവും നിങ്ങൾ മറക്കണ്ട. എല്ലാം അങ്ങ് അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു ചിന്തയൊന്നും വേണ്ട. നമ്മുടെ ഒരു കുടുംബമാണ്, ക്രിസ്തീയ സഹോദരി ഒരു കുടുംബം. അടിച്ചേൽപ്പിക്കുന്ന ആർക്കെങ്കിലും ചിന്തയുണ്ടോ? ഇല്ലല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആരും നിർബന്ധിക്കുകയല്ല, അടിച്ചേൽപ്പിക്കുകയല്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങളുടെ പല ശുശ്രൂഷകളും ഞങ്ങൾ വീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അതെന്താണ് ഈ എന്തോ മേരിയാന്റെ അതിന് പറയുന്നത്, നിരീക്ഷണത്തിൽ നിർത്തിയേക്കുമായിരുന്നു അല്ലേ? കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങളിങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു. ഏതായാലും അതിവിടെ വരെ എത്തി. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനായിട്ട് സഹായിക്കട്ടെ. നിങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ നല്ല മുഖത്തിനും നിങ്ങളുടെ നല്ല പ്രസൻസിനും നന്ദി. എളിവളായ എന്നെയും എൻ്റെ ഒപ്പമുള്ളവരെയും നിങ്ങൾ കേട്ടിരുന്നതിനും പ്രത്യേകം നന്ദി. 2025 ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്താൽ വളരെ ശക്തിയോടെ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മേരിയാൻറ്റി, ക്ലോസിംഗ് പ്രയർ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഫെബ്രുവരി വരെ മാത്രമേ ഞാനുള്ളൂ. ഞാൻ പറക്കും, പക്ഷെ നമ്മളിവിടെ ഉണ്ടാവും. അതെ. അപ്പൊ ആന്റി ക്ലോസിംഗ് പ്രയർ ചെയ്യാൻ പറ്റുമോ? 8:59 വേണ്ട, സമയം വരുന്നത്. അപ്പൊ ആരാ ഒന്ന് ക്ലോസ് ചെയ്യുന്ന പ്രാർത്ഥിച്ച് ഈ ബലത്തോടെ പോകാം. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഒന്നുകൊണ്ടും നിരാശപ്പെടേണ്ട. കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കുക, വചനത്തിൽ ആശ്രയിക്കുക, കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായിട്ട് എടുക്കുക. ഞാനും എൻ്റെ ദൈവവും മാത്രം. അങ്ങനെ ഇരിക്കുക ദൈവസന്നിധിയിൽ. ദൈവം നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കും. ശൂന്യതയിലാണ് ഞാൻ വന്നത്. ആരും ഇല്ലായിരുന്നു ഒരു കാര്യവും പറഞ്ഞു തരാൻ. എല്ലാം എനിക്ക് ദൈവം പറഞ്ഞു തന്നതാ. ദൈവസന്നിധിയിൽ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. രാത്രി വെളുക്കോളം ഇരുന്ന സന്ദർഭമുണ്ട്. 5 മണിക്കൂർ പ്രാർത്ഥിച്ചു, 12 മണിക്കൂർ സമയ ക്ലിപ്തത വെച്ച് പ്രാർത്ഥിച്ചു. ദിവസം 7 പ്രാവശ്യം പ്രാർത്ഥിക്കുക, ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. കാരണം ഒന്നും അറിയത്തില്ല. ആകെ സഹായിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചാണ് ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് ആരും ലൈഫിൽ പ്രചോദനം തരാനോ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു തരാൻ ഒരു മനുഷ്യനും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം എനിക്ക് കർത്താവ് പറഞ്ഞു തന്നെ. ആ ദൈവം നിങ്ങളെ സഹായിക്കും. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്. എല്ലാവർക്കും നന്ദി. ക്ലോസിംഗ് സുജാന്റി, ക്ലോസിംഗ് പ്രയർ. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ജീവനുള്ള ദൈവം ഞങ്ങൾ പറഞ്ഞതൊക്കെയും ശ്രദ്ധ വെച്ച് കേട്ടു. അതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് ദൈവം തരുന്ന ഓരോ കാര്യങ്ങളും കർത്താവെ വളരെ വിശ്വസ്തയോടെ ചെയ്യുവാനുള്ള കൃപ തന്നെ. ഞങ്ങൾക്കറിയില്ല മുന്നോട്ടുള്ള ഞങ്ങളുടെ വഴികൾ എങ്ങനെയെന്ന്. പക്ഷേ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരു കർത്താവ്, ഞങ്ങളെ അറിയുന്ന, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സന്ദർഭത്തിൽ പറഞ്ഞു തരുന്ന, അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവെ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ ഞങ്ങൾ കൂടി എല്ലാവരുടെയും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, 2025 വെനസ്ഡേ പ്രയർ ഏറ്റവും അനുഗ്രഹമായിട്ട് തീരണം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമാകണം. കർത്താവെ, ആ കൂടി വരുന്ന 50ഓ 40ഓ എത്ര സഹോദരിമാര് ആ സഹോദരിമാരിലൂടെ കർത്താവെ ഞങ്ങളുടെ ഈ ഒരു ബ്രദറൻ ഒരു പ്രസ്ഥാനത്തെ മാത്രമല്ല ദൈവമക്കളുടെ കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഒക്കെ അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരണം. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ, രാജ്യത്തിനു വേണ്ടി ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ ഓരോരുത്തരോടെയും അധികമായിട്ട് ചെയ്ത് കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെമേ. അവിടുത്തെ നാമം മാത്രം ഉയർന്നിരിക്കുവാൻ ഇടയാക്കണമേ. കർത്താവെ, ക്രിസ്തീയ സഹോദരിയിലൂടെ ഉള്ള ഈ പ്രവർത്തനം ഏറ്റവും തിരുനാമത്തിന്റെ മഹത്വത്തിനും ഓരോരുത്തരുടെ ആത്മീയ വർധനയ്ക്കും അത് കാരണമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പറഞ്ഞതൊക്കെ അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. എല്ലാ കൃപകളാലും വരും ദിവസങ്ങളിൽ നിറയ്ക്കണം. ലീഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ കൃപ കൊടുക്കണം. വിശേഷാൽ ലൗലിക്കും അതുപോലെ മേരി ആന്റിക്കും അതുപോലെ ഷൈനിക്കും ജിൻസിക്കും ഒക്കെ ധാരാളം കൃപ കൊടുത്ത് ദൈവമേ അങ്ങ് സഹായിക്കണമേ.
കർത്താവെ വളരെ താഴ്മയായിട്ട് ദൈവസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകളെ ഒന്ന് ഓർക്കാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുർത്താവിന്റെ ധനമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അപ്പൊ എല്ലാവർക്കും നന്ദി. 9 മണിയായി. അപ്പൊ നമുക്ക് താങ്ക് യു ആന്റി. കാണാം. ഓക്കേടി. താങ്ക് യു. ഓക്കെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സൺ ഞാൻ ഇപ്പൊ തന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇട്ടാ മതി, നമുക്ക് സംസാരിക്കാം. ബൈ ബൈ. ഓക്കെ, പോകാം. ഓക്കെ ശരി.